4 ജനുവരി 1761 കടുത്ത തണുത്ത ശീതകാല പ്രഭാതം. പാണിപ്പത്തിന്റെ വിശാലമായ പുൽമൈതാനങ്ങളിൽ ആയിരക്കണക്കിന് സൈനികർ ഒരുത്തരെയൊരുത്തർ എതിരേറ്റു നിന്നു. പീരങ്കികൾ സജ്ജം, കുതിരകൾ അശാന്തം, യുദ്ധമൃദംഗങ്ങളുടെ ശബ്ദം മൈതാനം മുഴുവനും ഒലിച്ചു. സൂര്യാസ്തമയത്തോടെ 4,000-ത്തിലധികം പുരുഷന്മാർ മരണപ്പെട്ടു കിടക്കും. അതിനുശേഷം ഇന്ത്യ ഒരിക്കലും മുമ്പത്തെ പോലെയിക്കില്ല. ഇതാണ് മൂന്നാം പാണിപ്പത്ത് യുദ്ധത്തിന്റെ അപരിചിത കഥ, ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിച്ച യുദ്ധം. പാണിപ്പത്തിലേക്കുള്ള പാത. ഈ യുദ്ധത്തെ അവബോധിക്കാൻ നമ്മൾ പിന്നോട്ടു പോകണം. 1707 ഔറംഗസേബിന്റെ മരണത്തിനുശേഷം ശക്തമായ മുഗൾ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങി. പ്രവിശ്യാഗത ഭരണാധികാരികൾ ശക്തരായി. കലാപങ്ങൾ കൂടി. ഡൽഹിക്കു മുൻപത്തെ പോലെ അപരാജിതാധികാരം ഇല്ലാതെയായി. ഡക്കാനിൽ മരാത്താക്കൾ ഉയർന്നുവരികയായിരുന്നു. പേഷ്വാമാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ചു ബാലാജി ബാജിറാവിന്റെ കാലത്ത്, മറാത്ത സഖ്യം വേഗത്തിൽ വിപുലമായി. അവർ മുഗൾ സൈന്യത്തെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തി. ഇന്ത്യയിലെ വലിയ ഭാഗങ്ങളിൽ നിന്നും ഖിരാജ് ശേഖരിക്കാൻ തുടങ്ങി. 1750കളോടെ മറാത്താക്കൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ശക്തിയായി. എന്നാൽ ശക്തിക്ക് വെല്ലുവിളികളും ഒപ്പം വരും. അഫ്ഗാൻ ഭീഷണി. വടക്കു പടിഞ്ഞാറിൽ നിന്ന് ഒരു ശക്തനായ ആക്രമണകാരൻ വന്നു. അഹമ്മദ് ഷാഹ് ദുറാനി അഥവാ അഹമ്മദ് ഷാഹ് അബ്ദാലി. അദ്ദേഹം ഇതിനു മുമ്പും പലവട്ടം ഇന്ത്യയെ ആക്രമിച്ചിരുന്നു. സമ്പത്ത്, പ്രഭാവം, പഞ്ചാബും ഡൽഹിയും കൈവശപ്പെടുത്തുക ഇതായിരുന്നു ലക്ഷ്യം. മറാത്താക്കൾ വടക്കേ ഇന്ത്യയിൽ പ്രഭാവം സ്ഥാപിച്ചതോടെ അബ്ദാലിക്കിത് ഭീഷണിയായി. യുദ്ധം അനിവാര്യമായി. മറാത്താക്കളുടെ വടക്കോട്ടുള്ള മാർച്ച് സദാശിവറാവു ഭാവുവിന്റെ നേതൃത്വത്തിൽ യുവവാരസനായ വിശ്വാസറാവിനൊപ്പം ഒരു വിപുലമായ സേന വടക്കോട്ട് മാർച്ച് ചെയ്തു. അവർക്കുണ്ടായിരുന്നു ഏകദേശം 4-5 പരിശീലനം നേടിയ സൈനികർ, ശക്തമായ പീരങ്കികൾ, ആയിരക്കണക്കിന് ക്യാമ്പനിയായികൾ, ഭാരമുള്ള വിതരണ വാഹനങ്ങൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ദൂരെയായിരുന്നു. വിതരണ രേഖകൾ നീളവും ദുർബലവുമായിരുന്നു. ഇതിനിടെ അബ്ദാലി റോഹില്ല പ്രമുഖരുമായി, അവധിന്റെ ഷുജാഉദ്ദൗളയുമായി കൂട്ടുകെട്ടുണ്ടാക്കി. മറാത്താക്കൾക്കുപോലെ അവർക്ക് ലോകൽ പിന്തുക്കുറവില്ലായിരുന്നു. മറാത്താക്കൾ ചുട്ടപ്പെട്ടും വിതരണത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടുമായിരുന്നു. യുദ്ധത്തിന് മുൻപുള്ള നിരോധനം മാസങ്ങളോളം 2 സൈന്യങ്ങളും പാണിപ്പത്തിനടുത്തു നിന്നു. മറാത്ത ക്യാമ്പിൽ ഭക്ഷണം കുറഞ്ഞു. സൈന്യർ വിശന്നു പോയി. കുതിരകൾ ദുർബലമായി. മനോവീര്യം താഴ്ന്നു. ഡക്കാനിൽ അവരെ ശക്തരാക്കിയകരില്ല യുദ്ധമല്ല, ഇപ്പോൾ തുറസായ മൈതാന യുദ്ധമാണ് നിർബന്ധിതമായത്. അതവരുടെ ശക്തിയല്ലായിരുന്നു. പക്ഷേ പിന്മാറാൻ സാധ്യമായിരുന്നില്ല. 1 ജനുവരി 14 അവർ യുദ്ധത്തിനിറങ്ങി. നാശത്തിന്റെ ദിവസം പ്രഭാതത്തിൽ മറാത്ത പീരങ്കികൾ ആക്രമണം ആരംഭിച്ചു. ആദ്യം അബ്ദാലി സേനയെ എതിരട്ടിയോടിച്ചു. വിജയം സാധ്യമായതുപോലെ തോന്നി. പക്ഷേ അപ്പോഴായിരുന്നു ദുരന്തം. വിശ്വാസറാവ് വെടിയേറ്റ് മരിച്ചു. ഭീതി പടർന്നു. ഹൃദയം നൊന്ത സദാശിവറാവു ഭാവു വ്യക്തിപരമായി യുദ്ധത്തിലേക്ക് ചാടി. അഫ്ഗാൻ കുതിരസേന മാരകമായ പ്രതിയാക്രമണം നടത്തി. ഉച്ചയോടെ മറാത്ത സേനയുടെ നിരകൾ തകർന്നു. തുടർന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഹത്യാകാണ്ഡങ്ങളിലായിരുന്നു. ചരിത്രകാരന്മാർ കണക്കാക്കുന്നതുപോലെ 40,000 മുതൽ 60,000 വരെ സൈനികർ അന്നേ ദിവസം മരിച്ചു. പാണിപ്പത്തിന്റെ പുൽമൈതാനങ്ങൾ ശവങ്ങളാൽ മൂടപ്പെട്ടു. പരിണാമം മറാത്ത പരാജയം ഭീകരമായിരുന്നു. മറാത്ത നേതൃത്വത്തിന്റെ ഒരു തലമുറ മുഴുവൻ നശിച്ചു. പേഷ്വാ ബാലാജി ബാജിറാവിന് വെടിയേറ്റത്തിൽ നിന്ന് മുക്തിയുണ്ടായില്ല. അദ്ദേഹം ചില മാസങ്ങൾക്കു ശേഷം മരിച്ചു. എങ്കിലും ഒരു സത്യം ഉണ്ട്. ഈ യുദ്ധം മറാത്താക്കളെ പൂർണ്ണമായി നശിപ്പിച്ചില്ല. ഒരു ദശാബ്ദത്തിനുള്ളിൽ അവർ വീണ്ടും ശക്തരായി. അവർ ഡൽഹിയിലേക്ക് മടങ്ങി. വീണ്ടും ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി. പക്ഷേ പാണിപ്പത്തിന്റെ യഥാർത്ഥ വിജയി അബ്ദാലിയല്ലായിരുന്നു. കിഴക്കുനിന്ന് ശാന്തമായി നോക്കി നിന്ന ഒരു വിദേശ ശക്തിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മറാത്താക്കൾ ദുർബലപ്പെട്ടു. മുഗൾ സാമ്രാജ്യം ഇതിനകം തന്നെ ദുർബലമായിരുന്നു. ഇന്ത്യ രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ടിരുന്നു. ഈ അധികാരശൂന്യത ബ്രിട്ടീഷുകാരുടെ വിപുലീകരണത്തിന് വഴിയൊരുക്കി. പാണിപ്പത്ത് ഒരു യുദ്ധം മാത്രം തീരുമാനിച്ചില്ല. അത് ഇന്ത്യയുടെ ഭാവി മാറ്റിമറിച്ചു.